ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അതിദാരുണമായൊരു കുടുംബത്തിൽ നടക്കുന്ന ഒരു അത്ഭുതത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുക. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നെന്ന് ഒരു പെൺകുട്ടിയുടെ വാക്ക്. ഈശോ അവളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. മർത്ത, ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. ഈ ഒരു കുടുംബത്തിന് ഒരു പ്രത്യേകതയുള്ള കുടുംബമാണ്. യേശു ഈ കുടുംബത്തിൽ പലപ്പോഴും വചനം പ്രസംഗിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് മർത്ത മറിയം സഹോദരിമാരുടെ പുന്നാര ആങ്ങള ലാസർ രോഗബാധിതനായി കിടക്കുന്നു എന്ന വാർത്ത യേശു ജോർദാൻ്റെ മറുകരയിൽ കുറച്ച് ദിവസങ്ങൾ ചെലവഴിക്കുകയാണ്, കുറേ സമയം ചെലവഴിക്കുകയാണ്. അവിടെ ഈ വിവരം എത്തുന്നുണ്ട്, ലാസർ മരണാസന്നനായി കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞു. യേശു എന്നോട് വേഗം ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടു. മറിയത്തെ യേശു ഒത്തിരി സ്നേഹിക്കുന്ന ഒരു കഥാപാത്രമാണ്. പക്ഷേ യേശു പോയില്ല. ലാസർ മരിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ യേശു പറയുകയാണ്, നമുക്ക് ബഥാനിയ വരെ പോകണം. ലാസർ മരിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, അവൻ ഉറങ്ങുകയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർ ബഥാനിയ എന്ന് പറയുന്ന സ്ഥലം ഇവർ താമസിക്കുന്നിടത്ത് 15 സ്ഥാദിയോൺ അകലമാണ്. ഒരു സ്ഥാദിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 135 മീറ്ററാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ഒരു ദൂരം. ഒരു കാൽനടയായിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ എത്താവുന്ന ഒരു ദൂരം, അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ എത്താവുന്ന ദൂരം, ഏകദേശം 2 കിലോമീറ്ററിന് മുകളിലുള്ള ദൂരമാണ്. ഈ ദൂരം, ഇത്രയും കുറഞ്ഞ ദൂരത്തിൽ യേശു ഉണ്ടായിട്ടും അങ്ങോട്ട് പോകാതെ കാത്തു നിന്നിട്ട് ലാസർ മരിച്ചു കഴിയുമ്പോൾ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. യേശുവിനെ കണ്ട മാത്രയിൽ മർത്ത പറഞ്ഞ വാക്കാണത്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അപ്പോൾ യേശു അവളോട് പറഞ്ഞൊരു ഉറപ്പാണ്, മർത്ത, ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത കാലത്തൊക്കെ ഒരുപാട് ശ്രദ്ധ ആകർഷിച്ച ഒരു പരസ്യമാണ് കേരളത്തിലൂടെ കടന്നുപോയത്. വിശ്വാസം, അതാണെല്ലാം. നമുക്കറിയാം, വിശ്വാസം എന്ന് പറയുന്നത്, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചൊരു കാര്യമാണ്. ഒരു ചായക്കടയിൽ ചെന്നിട്ട് ചേട്ടാ ഒരു ചായ വേണം എന്ന് പറഞ്ഞ് ആ ചായ കുടിക്കുന്നത് എന്ത് വിശ്വാസത്തിലാണ്? അദ്ദേഹം അതിനകത്ത് വിഷം കലക്കിയിട്ട് എന്തോ ഉറപ്പാണുള്ളത്? ഞാനൊരു 1 മീറ്റർ തുണി എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ 2 മീറ്റർ തുണി എടുത്തുകൊണ്ട് ഒരു ഷർട്ട് തയ്ക്കാൻ വേണ്ടി ഒരു ടൈലറുടെ അടുത്ത് എന്നിട്ട് പറയണം, എനിക്ക് ഷർട്ട് തയ്ക്കണം. എന്തുറപ്പാണുള്ളത്? അയാൾ അതുകൊണ്ട് പാൻറ്റ് തയ്ക്കില്ലെന്ന്. നമ്മൾ വളരെ ലാഘവത്തോടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. ഈ പല കാര്യങ്ങളും നമുക്ക് ഉറപ്പാണ്, അയാൾ ചായക്കകത്ത് വിഷം കലക്കിയിട്ടില്ല. ഒരു രോഗി ഡോക്ടറുടെ അടുത്ത് ഓപ്പറേഷത്തിന് വിധേയമാകുമ്പോൾ എന്തുറപ്പിലാണ് ഇയാൾക്ക് കൈപ്പഴ പറ്റുകയില്ല, ഇയാൾ എന്നെ കൊല്ലില്ല, എന്തുറപ്പില്ല നമ്മൾ കടന്നു ചെല്ലുക. പക്ഷേ ഈ വിശ്വാസം, അതാണെല്ലാം എന്ന് പറയുന്നത് പോലെ ഒരു ഉറപ്പ് അവിടെ നമുക്കുണ്ട്. ഈ ഭൗതിക ജീവിതത്തിൻ്റെ കാര്യത്തിൽ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തെ അനുഭവവേദ്യമായി നമുക്കതൊക്കെ ഉറപ്പായി മാറിയിട്ടുണ്ട്. പക്ഷേ ലാസറിൻ്റെ മരണവേളയിൽ മർത്ത ഓടി വന്നിട്ട് പറഞ്ഞു, അങ്ങുണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈശോ വളരെ ശക്തമായിട്ടൊരു വാക്ക് അവളോട് പറയുകയാണ്. അവൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഈശോയോട്, എന്നാലും നീ ചോദിച്ച എന്തും ദൈവം തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ശേഷം മറിയത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇവൾ പറയുന്നുണ്ട്, ഗുരു വന്നിട്ടുണ്ട്. അവൾ കരഞ്ഞ അവശതയിലിരിക്കുകയാണ്. കാരണം ഈ മറിയമാണ് യേശുവിൻ്റെ പാദം കഴുകി ചുംബിച്ചതും തലമുടി കൊണ്ട് തുടച്ചതൊക്കെ ഈ മറിയമാണ്. പാവനിയായ ഒരു പെൺകുട്ടി യേശു എന്ന സത്യത്തെ കണ്ടെത്തി പാപവിമോചിതയായി അവളൊരു വിശുദ്ധിയിൽ കടന്നു നിൽക്കുകയാണ്. ആങ്ങളുടെ വേർപാടിൽ അതിഭയങ്കരമായ ദുഃഖം, കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകുന്നുണ്ട് ഇവർക്ക്. പക്ഷെ അവൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു അനുഭവം അവൾ യേശുവിനെ കണ്ട മാത്രമേ പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. പക്ഷെ മരിച്ചുപോയി. ദൈവത്തിൻ്റെ ഒരു പദ്ധതി നിവർത്തിതമാകാനുണ്ടെന്ന് യേശോയ്ക്ക് ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടാണ് ഇവൻ രോഗാസന്നനായി കിടക്കുമ്പോഴും ഏറെ സ്നേഹിച്ചിരുന്നു ലാസറിനെ. എന്നിട്ടും യേശു അവിടെ കടന്നുപോയി സൗഖ്യപ്പെടാതിരുന്നത്. മരണത്തിനു പോലും വിധേയപ്പെടുന്ന നിമിഷത്തിൽ അതിൻ്റെ മേൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ പുത്രനായ ദൈവമാണ് ഞാനെന്നുള്ള ഉറപ്പ് യേശുവിനുണ്ടായിരുന്നത് കൊണ്ട് ഒരു മരണം കഴിയുന്നത് വരെയും കാത്തിരുന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് മരിച്ചടക്കപ്പെട്ട് ശരീരം ചീയുന്നൊരനുഭവത്തിലേക്കെത്തി, ശരീരം അഴുകിത്തുടങ്ങുന്നൊരനുഭവത്തിലേക്കെത്തി. ആ അവസ്ഥയിലാണ് യേശു ഈ കല്ലറയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അടക്കപ്പെട്ട ആ ശവകുടീരത്തിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ യേശു കല്ലെടുത്ത് മാറ്റാൻ പറയുന്നൊരു നിമിഷത്തിൽ
മർത്ത ചാടി പറയുന്നുണ്ട് ഇവരെ, അയ്യോ അങ്ങ് കല്ലെടുത്ത് മാറ്റരുത്, കല്ലെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ദിവസം 3 കഴിഞ്ഞു ഭയങ്കരമായ ദുർഗന്ധമുണ്ടായിരിക്കും. ഇത് നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമാണ്. അയ്യോ എൻ്റെ ആ ജീവിതത്തിൽ ആ പ്രശ്നത്തിൽ കടന്നു വരല്ലേ, അത് ഉപേക്ഷിക്കാൻ എനിക്ക് തയ്യാറല്ല, അതുകൊണ്ട് നമ്മളെന്ത് പറയും, അതിൽ തൊടണ്ട, വേണ്ട, അത് വിട്ടേക്ക്. മർത്ത പറഞ്ഞൊരു കാര്യം അതാ, കർത്താവേ അത് അതിൻ്റെ കല്ലെടുത്ത് മാറ്റരുതേ, മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മണത്തിലൂടെ നിൽക്കാൻ പറ്റില്ല, നമ്മൾ മൂക്ക് പൊത്തും. പക്ഷേ യേശു കല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റി. ഇവരുടെ വിശ്വാസത്തിൻ്റെ മുകളിൽ യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തി, വീര്യപ്രവൃത്തി, ലാസറിനെ ഉയർപ്പിക്കാൻ വേണ്ടിയിട്ട് യേശു എടുത്തൊരു സമയം, ലാസറെ പുറത്തു വരിക എന്ന് പറയാൻ എത്ര സമയം എടുത്തു, അത്രയും സമയം. ആ നിമിഷങ്ങളിൽ മരിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് ലാസർ പഴയ രൂപത്തിൽ എഴുന്നേറ്റ് വരികയാണ്. യേശു അതുകൊണ്ടാണ് പറഞ്ഞത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ തലങ്ങളെ നമ്മൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഉറപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാലും ഇവിടെ ബുദ്ധി പ്രവർത്തിക്കുന്നൊരു തലമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇന്നൊരു കാര്യം സംഭവിക്കുക എന്ന് പറഞ്ഞാലും സംഭവിക്കുമോ, സംഭവിച്ചു കഴിഞ്ഞാൽ വിശ്വസിക്കാം. ദൈവം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡീപ്പ് റിലേഷൻഷിപ്പിൽ നിന്ന് ഉരുത്തിരുന്നൊരു അനുഭവമാണ്. ഞാനെപ്പോഴും ഇങ്ങനെ പലരും കാണുമ്പോൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ വന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ അവരോട് പറയാറുണ്ട്, ഈ അത്ഭുതങ്ങൾ നടക്കുന്നത് ക്രിസ്തുവും താങ്കളും തമ്മിലൊരു ബന്ധത്തിൻ്റെ ആഴത്തിൽ നിന്നാണ്. അത് ആ ഉറപ്പ് ഹൃദയത്തിൻ്റെ ഉള്ള വിശ്വസിക്കുക. യേശു സുഖപ്പെടുത്തിയവരോടൊക്കെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതെനിക്ക് ചെയ്ത് തരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിച്ചാൽ സംഭവിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ വിശ്വാസത്തിന് ബുദ്ധിയുടെ ഒരു തലമില്ല. നമ്മൾ കൊച്ചു കുഞ്ഞിനെ മടിയിലിരുത്തിയിട്ട് ഒരു പക്ഷിയെ കാണിച്ചു കൊടുത്തത് കാക്കയാണെന്ന് പറയുമ്പോൾ കൊച്ചത് വിശ്വസിക്കുന്നു, അത് ഇനി കുയിലാണെന്ന് പറഞ്ഞാൽ കൊച്ചു വിശ്വസിക്കും. നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും ഒരു നിഷ്കളങ്ക മനസ്സിൽ അപ്പം പറയുന്നതല്ല അമ്മ പറയുന്നത് അത് ഉറപ്പാണെന്നൊരു ബോധ്യം ആ കുഞ്ഞിനുണ്ടാവും. അങ്ങനെ കുഞ്ഞ് വളരുക നമ്മുടെ കാര്യങ്ങളിലിരുന്നിട്ട്. പിന്നെ ഈ ലോകത്തിൻ്റെ കുറേ അറിവുകളും യുക്തികളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ചിന്തകൾക്കൊക്കെ കുറേ കൂടി ബലം പ്രാപിക്കുമ്പോൾ ചില യുക്തികളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ തലത്തിൽ യുക്തി എന്ന് പറയുന്നൊരു തലമില്ല. ഒരു ബ്ലൈൻഡ് ഫെയ്ത്താണ്, ഒരു ബ്ലൈൻഡ് ഫെയ്ത്ത്. ആ ബ്ലൈൻഡ് ഫെയ്ത്തിലാണ് അത്ഭുതങ്ങൾ ഇങ്ങനെ നടക്കുന്നത്. ഞാൻ ഓർക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസ് പവോളോ, അദ്ദേഹം ജനിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിൽ തീ കത്തിയിരുന്നു. നമ്മളെ ഭക്തരായ മാതാപിതാക്കൾ, ആ ഭക്തരായ മാതാപിതാക്കൾ കൊണ്ടായ പ്രാർത്ഥിച്ചൊരുങ്ങി കിട്ടിയ ഒരു കൊച്ച്. അപ്പോൾ ആ കൊച്ചിനെ അസിസി പിതാവിനെ കാഴ്ചവെച്ചോളാമെന്നൊക്കെ നേർച്ച നേർന്നിട്ട് കിട്ടിയതാണ് കുഞ്ഞിനെ. ഈ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അവരുടെ വീടിൻ്റെ മുകളിൽ തീ കത്തിയപ്പോൾ എല്ലാവരും അയ്യോ തീ കത്തുന്നു വീടിൻ്റെ മുകളിൽ. അപ്പോൾ അവർ പറഞ്ഞു ആ വീടിൻ്റെ മുകളിൽ തീ കത്തിയതൊരു അത്ഭുതമാണ്, അത് പേടിക്കാനൊന്നുമില്ല എന്ന ഒരു ബോധ്യം നാട്ടുകാർ കൊടുക്കുകയാണ് ഇത് കാണുമ്പോൾ. അങ്ങനെ ഈ മനുഷ്യന്, ഈ കൊച്ചിനെ അസിസിക്ക് സമർപ്പിച്ച് വളർത്തി യൗവനത്തിലേക്ക് കടക്കുന്ന സമയത്ത് വനാന്തരങ്ങളിലേക്ക് പോയി, വനാന്തരങ്ങളിൽ കായ്കനികൾ ഭക്ഷിച്ചും അവിടെ കിടന്നുറങ്ങിയുമൊക്കെ ഈ മനുഷ്യൻ താപസനായി ജീവിക്കുന്നു. പിന്നീട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രചോദനം നൽകിയിട്ട് ഒരു ഗ്രാമത്തിലേക്ക് വന്നിട്ട് ആശ്രമം പണിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്കെച്ചുകളൊക്കെ ദൈവം പറഞ്ഞു കൊടുത്ത് അതനുസരിച്ച് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് പണിതുകൊണ്ടിരുന്ന മേസ്ത്രിയുടെ മുകളിൽ പില്ലർ വീണ് മനുഷ്യനങ്ങ് ചെതറിപ്പോയി. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച്, ഈ ഫ്രാൻസിസ് പവോള എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ആ നഗരത്തിൻ്റെ പിതാവെന്നൊരു ബോധ്യമുണ്ട്. അവരോട് ചെന്നിട്ട് പറഞ്ഞു നമ്മുടെ മേസ്ത്രി ഈ പില്ലർ വീണ് ചെതറിപ്പോയെന്ന് പറയും. ഇദ്ദേഹം വന്നിട്ട് ആ ചെതറിപ്പോയ മാംസകഷ്ണങ്ങളെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ഒരു പച്ചില വെച്ച് അതിന് മുകളിൽ കൂടെ ഇങ്ങനെ തലോടി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എഴുന്നേറ്റ് എന്നിട്ട് ചോദിക്കുക, ആശ്രമത്തിൻ്റെ പണിയൊന്നും പൂർത്തിയായില്ലേ? യേശുക്രിസ്തുവിൽ വിശ്വസിച്ച വ്യക്തികളുടെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ നടന്നിട്ടുണ്ട്. യേശുവിൻ്റെ ശേഷവും യേശു പ്രവർത്തിച്ചതിലും വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭയിലെ പല വിശുദ്ധരും മരിച്ച് ചെതറിപ്പോയ പലരെയും ദിവസങ്ങൾ കഴിഞ്ഞവരൊക്കെ ഉയർപ്പിച്ച അനുഭവങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ വിശ്വാസത്തിന് ബുദ്ധിക്കപ്പുറത്തൊരു തലമുണ്ടെന്ന് ഞാൻ പറഞ്ഞു വരികയാണ്. ആഴമായ ഒരു ബന്ധം അതിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ്. എൻ്റെ അപ്പൻ കരം പിടിക്കുമ്പോൾ എൻ്റെ കുഞ്ഞായിരുന്ന സമയത്ത് എനിക്ക് നല്ല ധൈര്യമാണ്. പുഴ കടക്കണമെങ്കിൽ ആ പുഴ കടക്കുവാൻ എന്തൊരു ധൈര്യമാണ്. ഞാൻ ഓർക്കുന്ന എന്നും കക്കാടിൻ്റെ സഫലമായ യാത്രയിൽ അദ്ദേഹം കുടുംബജീവിതത്തിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ വരികൾ കോരിടുക. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തൊണ്ടയിൽ ക്യാൻസർ വന്ന് മരണാസന്നയിൽ കിടക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുത്ത വരികൾ ഭാര്യ കണ്ണുനീരോടെ എഴുതിയിട്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ഒരു കവിതയൊക്കെയാണ്. അതിനകത്ത് അദ്ദേഹം ഒരു വരികൾ ഇങ്ങനെ പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ വിരൽ വെച്ചാൽ മുറിഞ്ഞു പോകുന്ന ഒഴുക്കുള്ള പുഴ ഞാൻ കഴ പോലെ കടന്നു പോയത്. ആ കരത്തിൽ പിടിച്ചപ്പോൾ നീ എൻ്റെ കരങ്ങളിലുണ്ടായിരുന്നത് കൊണ്ട് ആ കുത്തൊഴുക്കുള്ള പുഴ ഞാൻ വളരെ ഈസിയായിട്ട് കടന്ന് നീ എൻ്റെ കയ്യിൽ പിടിച്ചത് കൊണ്ടാണെന്ന്. ഒരു ആഴമായ ഒരു ബന്ധം അവിടെ അങ്ങനെ രൂപപ്പെടുകയാണ്. പ്രിയപ്പെട്ടവർ, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ശരിക്കും യേശുവിൽ ഒന്നായിത്തീരുന്നൊരു അനുഭവമാണ്. ഒന്നായിത്തീരും, വേർപെടുത്താനാവാത്ത. അതാ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? നഗ്നത, പട്ടിണി, ആപത്ത്, വാള്, എന്താണ് എന്നെ
മാറ്റി നിർത്തുക, ഒന്നിനും മാറ്റി നിർത്തുക. ഇങ്ങനെയൊരു ഡീപ്പ് ഫെയ്ത്ത്, ആഴമായൊരു ബന്ധം. ഈ ഒരു ബന്ധത്തിൽ നിന്നാണ് ശരിക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സംഭവിക്കുക ജീവിതങ്ങളിൽ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബജീവിതത്തിലെ അല്ലെ നമ്മുടെ വ്യക്തി ജീവിതത്തിലെ ഈ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എത്രമാത്രം ആഴപ്പെട്ടതാണെന്ന് നമ്മൾ പുനഃപരിശോധിക്കണം. അതിലൊരു വിശ്വാസത്തിൻ്റെ ആഴപ്പെട്ട അനുഭവം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. അവിടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉത്തരമുണ്ട്. യേശു എന്ന ഉത്തരം വിശ്വാസത്തിൻ്റെ തലത്തിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തും. പാറ പോലുള്ള വിശ്വാസം, ആഴപ്പെട്ടൊരു വിശ്വാസം. അത് അപ്പസ്തോലന്മാരിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവർ യേശുവിൻ്റെ കൂടെ നടന്ന ഒരു കാലഘട്ടത്തിൽ യേശു നടത്തിയ പല അത്ഭുതങ്ങളും കണ്ട് ജീവിച്ചവരെ, പക്ഷേ ഒരു അവസ്മാര രോഗിയെ പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ തകർന്നുപോയി. ഈ രോഗി സൗഖ്യപ്പെട്ടില്ല. അത് ചർച്ചാ വിഷയമായി. ഇവർക്കിടയിൽ തമ്മിൽ സംസാരം, തർക്കം ഒക്കെ വന്നപ്പോൾ യേശു ചോദിച്ചു വന്നിട്ട്, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് തർക്കിക്കുന്നത്? അപ്പോൾ ഈ കൊച്ചിൻ്റെ അപ്പം വന്നിട്ട് പറയുന്നൊരു സംഭവം ഇതാണ്: ഞാൻ നിൻ്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു, എൻ്റെ മോനെ ഇങ്ങനെ അവസ്മാര രോഗം വന്നിട്ടുണ്ട്, അവനിത് വരുന്ന സമയത്ത് തീയിലും വെള്ളത്തിലൊക്കെ വീഴും. അവനെ ഞാൻ അങ്ങയുടെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചിട്ട് പോയില്ല. അപ്പോൾ ഈശോ അവരെ നോക്കിയിട്ട് വിളിക്കുന്നൊരു വാക്കുണ്ട്: അല്പവിശ്വാസികളെ, അവിശ്വസ്ത തലമുറയെ, ഞാൻ എത്ര നാൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. ഈ യേശു പ്രവർത്തിച്ച നിരവധി അടയാളങ്ങൾ കണ്ടിട്ടുള്ളൊരു മനുഷ്യരാണ്. പക്ഷേ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്ക് എവിടെയൊക്കെയോ ചില വിള്ളലുകളുണ്ട്, ഒരു പൂർണ്ണതയുടെ കുറവുണ്ട്. അവരിലൂടെ പലപ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളെല്ലാം നടന്നിട്ടും നമ്മൾ പലപ്പോഴും കാണുന്നത് ഈ ഒരു അവസരത്തിൽ പതറിപ്പോകുന്ന അപ്പസ്തോലന്മാർ. അവർ പ്രാർത്ഥിച്ചു നോക്കിയിട്ട് പറ്റാതെ വരുമ്പോൾ അവർ ചില യുക്തികളൊക്കെ പറഞ്ഞു. അത് ഇന്ന കുറവുകൾ കൊണ്ടാണ്, ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ്, ഈ രോഗിയുടെ വിശ്വാസക്കുറവുകൊണ്ടാണെന്നൊക്കെ ആയിരിക്കും അവർ പക്ഷേ പറഞ്ഞിട്ടുണ്ടാവുക. ഇത് ഈ കാലഘട്ടത്തിൽ പലരും പറയുന്നൊരു കാര്യമാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും: ഈ കാലഘട്ടത്തിലും യേശുക്രിസ്തുവിൽ ഒന്നായിത്തീരുന്ന വ്യക്തിയിലൂടെ വലിയ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങൾ സംഭവിക്കാറുണ്ട്. അത് ഈ ഒന്നാകുക എന്ന് പറയുന്നത് ചിലപ്പോൾ കയ്യിൽ ചിലത് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടക്കാത്തൊരു സംഭവമുണ്ട്. ഒരു വ്യക്തിയുമായിട്ട് ഒന്നായിത്തീരുമ്പോൾ ചിലതൊക്കെ ഞാനിങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണെങ്കിൽ ഈ കാര്യത്തിൽ നിന്ന് അത് വിട്ടുകളയാതെ കോർത്ത് പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചിലതൊക്കെ നമ്മൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കും ഇതിൻ്റെ പിന്നാലെ പോകുന്നത്. അങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൽ വിശ്വാസം ഉറച്ചു നിൽക്കുകയാണ്. അത് പുറകോട്ടെറിഞ്ഞു കളയാതെ മുന്നിൽ നിൽക്കുന്ന ഈ സത്യത്തെ പുനരുവാൻ നമുക്ക് പറ്റത്തില്ല. ഈ സത്യത്തെ സ്വീകരിക്കാൻ പറ്റത്തില്ല. ഈ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ധീരതയോടെ മുന്നോട്ട് പോകാനായിട്ടൊക്കെ നമ്മൾ പരാജയപ്പെടും. പ്രിയപ്പെട്ടവർ, യേശു അതുകൊണ്ട് പറഞ്ഞു, ഞാൻ പുനരുദ്ധാനവും ജീവനുമാണ്. ഈശോ പറഞ്ഞത് അതാണ്. യേശുവിൽ ജീവനുണ്ട്, ജീവൻ്റെ ഉറവിടം അവിടെ നിന്നാണ്. പണ്ട് ഞങ്ങളൊക്കെ ആദ്യകാലത്തൊക്കെ കരിസ്മാറ്റിക്കിൻ്റെ ജീവൻ്റെ ഉറവിടം ക്രിസ്തുവത്രേ എന്നൊക്കെ പാടിയ കാലഘട്ടമുണ്ട്. ജീവൻ്റെ ഉറവിടം ക്രിസ്തുവത്രേ. അത് യേശു പറഞ്ഞൊരു വാക്കുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 14:6, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ഈ വഴിയും സത്യവും ജീവനും. യേശു പറഞ്ഞത് ഞാൻ നിങ്ങളെ ഒരു സത്യത്തെക്കുറിച്ച് പഠിപ്പിക്കാമെന്നല്ല, ഞാനാണ് സത്യമെന്നാണ്. യേശു പറഞ്ഞ് ഞാനൊരു വഴിയെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കാമെന്നല്ല, സ്വർഗത്തിലേക്ക് പോകുന്നൊരു വഴി നിങ്ങളെ പഠിപ്പിക്കാമെന്നല്ല യേശു പറഞ്ഞത്, ഞാനാണ് വഴിയെന്നാണ് പറഞ്ഞത്. യേശു പറഞ്ഞത് ഞാനൊരു ജീവനെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കാമെന്നല്ല, ഞാനാണ് ജീവനെന്നാണ്. ഈ വഴിയും സത്യവും ജീവനുമായവനെ സ്വന്തമാക്കുന്നതാണ് വിശ്വാസത്തിൻ്റെ ആഴം എന്ന് പറയുക. ഈ ഒരു ബന്ധം അതാർക്കും പറിച്ചറിയാൻ പറ്റാത്ത, വേർപെടുത്താൻ പറ്റാത്ത ഒന്നാണ്. അതുകൊണ്ടാണ് ആദിമക്രൈസ്തവ സമൂഹത്തിലെ ജനങ്ങളൊക്കെ എണ്ണയിൽ കിടന്ന് പൊരിയുമ്പോഴും ഈ ബന്ധത്തെ വേർപെടുത്താതെ യേശുവിനെ തള്ളിപ്പറയാതെ ആ കൂടെ നിന്നത്. പല വിശുദ്ധരുടെ ജീവിതം അങ്ങനെയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ എത്രയോ തവണ കല്ലെറിയപ്പെട്ടിട്ടുണ്ട്, എത്രയോ തവണ ഞാൻ കടലിൽ കൂടെ ഒഴുകി നടന്നു, ഒരു രാവും ഒരു പകലും ഞാൻ കടലിൽ കൂടെ ഒഴുകി നടന്നല്ലോ, പല സമയങ്ങളിൽ വന്യമൃഗങ്ങൾ കയ്യിൽ അകപ്പെട്ടിട്ടുണ്ടല്ലോ. പക്ഷേ ഇതൊന്നും എന്നെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. അവിടെയും ഈ കരങ്ങളിലാണെന്നുള്ള ഒരു ഉത്തമമായ ബോധ്യം, വിശ്വാസത്തിൻ്റെ ഒരു തലമത. ഞാൻ എപ്പോഴും അവിടുത്തെ കരങ്ങളിലാണ്, ക്രിസ്തുവിൻ്റെ കരങ്ങളിലിരിക്കുന്ന ഒരു വ്യക്തി. അതാണ് ബന്ധത്തിൻ്റെ ആഴം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ക്രിസ്തുവിൻ്റെ കരങ്ങളിലിരിക്കുന്നൊരു വ്യക്തി എന്തിന് ഭയപ്പെടുന്നു, വേറെ എവിടെയാണ് നമ്മൾ എന്തിന് ചിന്തിക്കുന്നു, അങ്ങനെ ചിന്തിക്കേണ്ട ഒരു തലമില്ല. ഒരു വിശ്വാസി, അതായത് യേശു ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസി ഇരിക്കുന്നത് ക്രിസ്തുവിൻ്റെ കരങ്ങളിലാണ്. ക്രിസ്തുവിൻ്റെ കരങ്ങളിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പ്രപഞ്ചത്തിൽ യാതൊന്നിനെയും ഭയപ്പെടേണ്ട സാഹചര്യമില്ല. എല്ലാം സുരക്ഷിതമാണ്. അത് അത്രയും അഭയം നൽകുന്നൊരു കരമാണ്. യേശുവിൻ്റെ കരങ്ങളിലിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ആനന്ദകരമായിട്ടുള്ളൊരു കാര്യമില്ല, അതിൽ പരം ഭദ്രതയുള്ളൊരു തലമില്ല എന്നുള്ളതാണ്. ഈ ഒരു ഭദ്രത, അതാണ് ക്രിസ്തുവുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ആഴം. ആ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നൊരു കാര്യമാണ്. അവനെ വിശ്വസിക്കാൻ പറ്റുക. എനിക്ക് എൻ്റെ അപ്പനെ വിശ്വസിക്കാൻ പരിമിതികളുണ്ട്, എൻ്റെ അമ്മയെ വിശ്വസിക്കാൻ പരിമിതികളുണ്ട്,
എൻ്റെ ഭാര്യയെ വിശ്വസിക്കാൻ പരിമിതികളുണ്ട്, എൻ്റെ മക്കളെ വിശ്വസിക്കാൻ പരിമിതികളുണ്ട്. കാരണം അവരെല്ലാം മനുഷ്യരാണ്, എല്ലാം കുറവുകളുള്ളവരാണ്. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കുറവുകളോടും കൂടി എൻ്റെ ഭാര്യയ്ക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. എൻ്റെ മക്കളുടെ എല്ലാ കുറവുകളോടും കൂടി എനിക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. കാര്യം എൻ്റെ രക്തത്തിൽ പിറന്ന മക്കളാണ്, എൻ്റെ ഭാര്യയുടെ ഉദരത്തിൽ അവളെ ഭക്ഷിച്ച് വളർന്ന മക്കളാണ്. എങ്കിൽ പോലും ഞങ്ങൾ മാതാപിതാക്കൾക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും ഒരുപോലെ വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഒരുപോലെ വിശ്വസിക്കാൻ പറ്റുന്ന എല്ലാ കുറവുകളോടും കൂടി കരങ്ങളിൽ വഹിക്കുന്ന ഒരു ദൈവം, എല്ലാ കുറവുകളോടും കൂടി കരത്തിൽ വഹിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെ വിശ്വസിക്കാനായിട്ട്, ആ കരങ്ങളിൽ ഇരിക്കാനായിട്ട് ഒരു കുഞ്ഞ്, ഞാൻ പണ്ട് കണ്ടൊരു രൂപം ഓർക്കുകയാണ്. ഒരു കരത്തിലൊരു കുഞ്ഞിനെ പിടിച്ചത്, ദൈവത്തിൻ്റെ കരത്തിലിരിക്കുക കൊച്ചിൻ്റെ ഒരു പടം ഞാൻ കണ്ടിട്ടുണ്ട്. ആകർഷിക്കപ്പെട്ടൊരു പടമാണ്. പ്രിയപ്പെട്ടവരെ, ആ കരങ്ങൾ സുരക്ഷിതമാണ്. നമ്മളൊന്ന് കയറിയിരിക്കുമ്പോൾ ആ കരങ്ങളിലൊരു പഴുത് കാണാം, നമുക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ടൊരു കരത്തിൻ്റെ പഴുത്. അവിടെ രക്തം ഇങ്ങനെ പിണർത്ത് കിടപ്പുണ്ടാകാം. ആ കരങ്ങളിലിരിക്കുന്ന എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്ര അധികമാണ്, അത്ര ഡീപ്പാണ് ആ ബന്ധം എന്ന് പറയാം. ആ കരങ്ങളിലിരിക്കുന്ന പോലെ സുരക്ഷിതത്വം വേറെ ഒരു സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടുന്നില്ല. എവിടെയാണെങ്കിലും ആ കരങ്ങളിൽ കിടന്നുറങ്ങുക, ആ കരങ്ങളിൽ ജീവിക്കുക, ആ കരങ്ങളിൽ പിടിച്ചു നടക്കുക, അതൊക്കെയാണ് വിശ്വാസത്തിൻ്റെ ആഴമെന്ന് പറയുക. എല്ലാ കാര്യത്തിലും ഈ ബലവത്തായ കരമുണ്ട് എന്നുള്ള ഉത്തമമായ ബോധ്യം എൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ്. ഈ അടിത്തറയെ പണിയപ്പെടുന്ന ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെ അതിജീവിച്ച് കടന്നു പോകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ ഇതുണ്ടാവേണ്ടതാണ്, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഇതുണ്ടാവേണ്ടതാണ്. നിങ്ങൾക്ക് ഈ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ വിശ്വാസത്തിൽ ബുദ്ധിയുടെ തലമുണ്ട്. പലതും ഞങ്ങൾക്ക് സംശയാസ്പദമായി ഞങ്ങൾ ചിന്തിച്ചു പോകുന്നു. കാട് കയറിപ്പോകുന്ന ഒരുപാട് തലങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ മേഖലകളിലുണ്ട്. പലതും സത്യമാണോ എന്ന് ചിന്തിച്ചു പോകുന്ന നിമിഷങ്ങളുണ്ട്. പലതിനും ഉൾക്കൊള്ളാൻ പറ്റാത്ത അനുഭവങ്ങളുണ്ട്. കാരണം ഈ ലോകത്തിൻ്റെ കുറേ അറിവുകളും ഈ ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളൊക്കെ ഞങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു ഒരവസ്ഥ ഞങ്ങൾക്കുണ്ട്. കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ കരങ്ങളിലിരിക്കുന്ന ഉത്തമമായ ബോധ്യത്തിൽ അങ്ങയിൽ പൂർണ്ണമായ വിശ്വാസത്തിൽ ബുദ്ധിക്ക് അധിഷ്ഠിതമായ ഒരു വിശ്വാസ വരം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ അഭിഷേകം അതിന് ആവശ്യമാണല്ലോ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പോസ്തലന്മാർ അങ്ങയുടെ മുമ്പിൽ മുട്ടുകുത്തി എന്നിട്ട് പ്രാർത്ഥിച്ച് ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന്. അതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവേ. അങ്ങ് അത് വരമായി നൽകണമേ, അനുഗ്രഹമായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലുമെല്ലാം വിശ്വാസം വർദ്ധിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.